അതുകൊണ്ടാണ് അവൻ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. നിനക്ക് സൂചന നൽകാൻ പോലും കഴിയാതിരുന്നത്. ഇപ്പോൾ നീ തന്നെ എന്തെങ്കിലും ചെയ്യണം അനന്യ. ഞാൻ എന്ത് ചെയ്യാനാ ചെറിയമ്മ? വേഗം വരാന്ന് വിചാരിച്ചതാ. പക്ഷെ ആ അർജുൻ എന്നെ ഒരുപാട് ദൂരം പിന്തുടർന്ന് വന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി വരുന്നതിനിടയ്ക്ക് സമയം കുറച്ചു പോയി. അതിനിടയിൽ അമ്മയുടെ ഈ ശരീരം ഇപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം അനന്യ? നിനക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നതല്ലേ, അർജുൻ എന്ന ആ മനുഷ്യന് നിന്റെ മനസ്സിൽ ഒരിക്കലും സ്ഥാനം കൊടുക്കരുതെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. ഇപ്പൊ നോക്ക് എന്താ സംഭവിച്ചെന്ന്. അവൻ കാരണം നിനക്ക് ഓരോരോ കാര്യങ്ങളിലും വീഴ്ചയാണ്, എല്ലാം പ്രശ്നങ്ങളാണ്. എന്നാൽ നീ അവനെ പുറകെ വരാൻ അനുവദിച്ച് തെറ്റ് ചെയ്തു. കണ്ടില്ലേ, ഇന്ന് അവൻ കാരണം നിനക്ക് നിന്റെ അമ്മയുടെ ശരീരം നഷ്ടമായി. നീ എന്റെ വാക്ക് കേൾക്കാതെ ശ്രദ്ധയില്ലാതെ നടന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അനന്യ. നിന്നെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയരുത് ചെറിയമ്മ. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയൂ ചെറിയമ്മേ. എന്റെ ശത്രു എന്റെ അമ്മയുടെ ശരീരവുമായി എങ്ങോട്ടാ പോയതെന്ന് പറയൂ. പറയൂ ചെറിയമ്മേ, പറയൂ. എന്താ മിണ്ടാതിരിക്കുന്നത്? ഇത്രയും വലിയൊരു കാട്ടിൽ ഞാൻ എന്റെ ശത്രുവിനെ എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ ചെറിയമ്മേ. ഭഗവാനെ, അങ്ങേക്ക് പൂജ ചെയ്യാനായി വന്ന എനിക്ക് ഇങ്ങനെ ശിക്ഷ നൽകുന്നത് ശരിയാണോ? പറയൂ, ഉത്തരം തരൂ. എന്തിനിങ്ങനെ ചെയ്തു? പറയൂ, ഉത്തരം പറയൂ. ആ ശത്രു എന്റെ അമ്മയുടെ ശരീരം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്ന് കാണിച്ചു തരൂ. അങ്ങൊന്നും പറയില്ല. അങ്ങയോട് സംസാരിച്ചു നിന്നാൽ എന്റെ അമ്മയുടെ ശരീരം എനിക്ക് കിട്ടില്ല. അമ്മേ, അമ്മേ. ഈ ഇച്ഛാധാരി നാഗത്തിന്റെ ശരീരം തിളങ്ങുന്നുണ്ടല്ലോ. ഇതിന്റെ മരണം സംഭവിച്ചിട്ട് ഏകദേശം 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവണം. എന്നിട്ടും ഇത് തിളങ്ങുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഇത് സ്വാമിജിയുടെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാകും. ഇത് ഉപയോഗിച്ച് ആ നാഗകന്യകയെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. നാഗകന്യകെ, നീ എവിടെ ഒളിച്ചിരിക്കുകയാണ്? നീ എവിടെ ഒളിച്ചിരുന്നാലും എന്റെ മുമ്പിൽ വരാതെ എവിടെ പോകാനാണ്? ഇനി അഥവാ ഇത് നിന്റെ ശരീരമാണെങ്കിൽ നിന്റെ മന്ത്രശക്തിയും ബലവും എല്ലാം കുറയേണ്ടതാണ്. ഒരു പക്ഷേ ഇത് നിന്റെ മാതാവിന്റെ ശരീരമാണെങ്കിൽ നാഗകന്യകെ, ഇതിനു വേണ്ടി നീ എന്റെ മുന്നിൽ വന്നേ മതിയാകൂ. വന്നേ പറ്റൂ. അല്ലാതെ നിനക്ക് വേറെ മാർഗമില്ലടി. നീ എന്റെ മുന്നിലേക്ക് വരുന്ന ആ നിമിഷം നിന്റെ വിധി തീരുമാനിക്കുന്നത് ഈ ഞാനായിരിക്കും. വാ നാഗകന്യകെ, വാ. മരണത്തിന്റെ വാതില് തുറന്ന് കടന്നു വാ. നിന്റെ മരണം അത് എന്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും. അമ്മേ, 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 അമ്മേ. അമ്മ എവിടെ പോയത്? അമ്മേ, അനന്യ എവിടെയാ? എടോ അനന്യ. അമ്മേ, അമ്മേ. ഇവിടുത്തെ എവിടെയാ പോയത്? ഈ കാട് മുഴുവൻ തിരഞ്ഞിട്ട് കാണുന്നില്ല. മരണപ്പെട്ട എന്റെ അമ്മയ്ക്ക് എനിക്ക് പുനർജീവൻ നൽകണം. അനന്യ എങ്ങോട്ട് പോയി? അനന്യ, താനത് എവിടെയാ?
അതിനുവേണ്ടി എന്റെ ശത്രുക്കളെ വധിച്ച് അവരുടെ കൈവശമുള്ള നാഗമാണിക്യം സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുള്ളിൽ ഏതോ ഒരു ദ്രോഹി എന്റെ അമ്മയുടെ ശരീരവുമായി കടന്നു കളഞ്ഞു. അവൻ ആരായാലും ശരി, വെറുതെ വിടില്ല ഞാൻ അവനെ. എവിടെ ഒളിച്ചിരുന്നാലും അവനെ കണ്ടുപിടിച്ച് വധിച്ചിരിക്കും. അമ്മ ജീവനോടെ ഇല്ലെങ്കിലും അമ്മയുടെ ശരീരം എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെയായിരുന്നു. എന്നാൽ ഈ പാപികളായ മനുഷ്യർ ജീവനില്ലാത്ത അമ്മയുടെ ശരീരം പോലും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങയെ വിശ്വസിച്ച എനിക്ക് അന്യായം നടക്കുന്നത് കാണുന്നില്ല ഭഗവാനെ. ഈ അത്യാഗ്രഹികളായ മനുഷ്യർ കാരണം എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം അച്ഛന്റെ ശരീരവും അവർ കത്തിച്ചു കളഞ്ഞു. അതേ ശത്രുക്കൾ എന്റെ അമ്മയും കൊന്നു. അവർ എന്റെ മാതാപിതാക്കളെ വധിച്ച് എന്നെ ഒരു അനാഥയാക്കി. നാഗമാണിക്യം കൊണ്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് ജീവൻ നൽകുമായിരുന്നു. പക്ഷെ അതും അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പോ അമ്മയുടെ ശരീരവും കാണുന്നില്ല, അതും കൊണ്ടുപോയിരിക്കുന്നു. എന്റെ അനന്യ, താനിത് എവിടെ പോയി കിടക്കുക? വൈകുന്നേരം മുതൽ തിരയാൻ തുടങ്ങിയതാ, എന്നിട്ട് എവിടെയും കാണുന്നില്ല. ഇതൊക്കെ കണ്ടിട്ടും അങ്ങേക്ക് കരുണ തോന്നുന്നില്ല ഭഗവാനെ. ഇനി എവിടെ പോയി തിരയാനാ? പ്ലീസ് എന്റെ അനന്യ, താൻ എവിടെയാണെന്നൊന്ന് പറയേ. എന്റെ അമ്മയുടെ ശരീരം എന്നെ വിട്ട് പിരിയുന്നതിന് ആ അർജുനാണ് കാരണം. അവൻ ആ ഗുഹയ്ക്കുള്ളിൽ വരാതിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മയുടെ ശരീരം നഷ്ടപ്പെടില്ലായിരുന്നു. അവൻ എന്നു മുതൽ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയോ, ആ നിമിഷം മുതൽ എന്റെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാപികളായ മനുഷ്യർ കാരണം എനിക്ക് എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ചെറിയമ്മ പറഞ്ഞതുപോലെ അർജുനെ അന്ന് തന്നെ കൊല്ലണമായിരുന്നു. അവനോട് ഞാൻ കരുണ കാണിച്ചതിന് ഇന്ന് എനിക്ക് എന്റെ അമ്മയുടെ ശരീരവും നഷ്ടമായിരിക്കുന്നു. എനിക്കിപ്പോ ആരുമില്ല. ഞാൻ ഇപ്പോൾ ഒരു അനാഥയാണ്. അമ്മേ, ഞാൻ അനാഥയായി. അമ്മയെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ കഴിയും? എന്റെ പൊന്നനന്യ, താനിത് എവിടെ പോയി കിടക്കുക? വൈകുന്നേരം മുതൽ ഞാൻ അന്വേഷിച്ച് തളർന്നു, ഒരിടത്തും കാണുന്നില്ല. ഇല്ല ഇല്ല, എന്റെ അമ്മയുടെ ശരീരം എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത് എവിടെയാണെന്ന് ഞാൻ അറിയും. ഒരുപക്ഷെ അവൾക്ക് വഴിതെറ്റി രാത്രി മുഴുവൻ കാട്ടിൽ അകപ്പെട്ടു പോവോ? നോ, അങ്ങനെ സംഭവിക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കണം. അമ്മേ, അമ്മേ. അനന്യ, താനിത് എവിടെയാ? എന്റെ അനന്യ. സ്വാമി, സബാഷ് രുദ്ര, സബാഷ്. എന്തായാലും നീ ആ നാഗകന്യകയെ കൊന്നല്ലോ. നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിനക്കൊരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ കരുതിയ കാര്യം അത് നീ സാധിച്ചിരിക്കുന്നു. തീർത്തു, അവളെ നീ തീർത്തു. ഞാൻ പകർന്നു തന്ന മന്ത്രത്താൽ നീ അത് ചെയ്തു. നാഗരാജവംശത്തെ മുഴുവൻ ഇല്ലാതാക്കി. നാഗലോകത്തിന്റെ പ്രൗഢിയായിരുന്ന നാഗമാണിക്യത്തെ നീ ഭൂമിയിൽ നിലനിർത്തി. ഭേഷ്, ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആ നാഗമാണിക്യം കണ്ടുപിടിച്ച് അത് നമുക്ക് സ്വന്തമാക്കുക എന്നത്. ഇല്ല സ്വാമി, കഴിയില്ല. അങ്ങ് കരുതുന്നത് പോലെ ഞാൻ ആ നാഗകന്യകയെ കൊന്നിട്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ആ ഗുഹയ്ക്കുള്ളിൽ പോയിരുന്നു. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. തക്ഷകവനത്തിലും അന്വേഷിച്ചു, അവിടെ എങ്ങും അവളില്ല.
ഏറ്റവും ഒടുവിൽ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഈ ശരീരമാണ് കിട്ടിയത്. ഇത് ആ നാഗകന്യകയുടെ മാതാവിന്റെ ആണോ അതോ മറ്റാരുടെയെങ്കിലാണോന്ന് എനിക്ക് അറിയില്ല സ്വാമി. രുദ്ര, ആ നാഗകന്യകയെ നിനക്ക് കിട്ടിയില്ലേ? എവിടെ പോയി? അവൾ എവിടെ പോയി? അറിയില്ല സ്വാമി. ഞാൻ വരുന്നത് കണ്ട് ചിലപ്പോൾ അവൾ പേടിച്ച് ഓടി രക്ഷപ്പെട്ടതായിരിക്കും. ഇല്ല രുദ്ര, അതിന് സാധ്യതയില്ല. ആ നാഗകന്യകയ്ക്ക് നിന്നോട് പകയുണ്ട്. ആ പക തീരുന്നത് വരെ അവൾ നിന്റെ പിന്നാലെ ഉണ്ടാകും. ഒരു പക്ഷേ നീ അവളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ ഭയന്ന് വിറച്ച് അവൾ ജീവനും കൊണ്ട് ഓടുകയില്ല. തന്റെ ജീവൻ പോലും പണയം വച്ച് ശത്രുവിന്റെ ജീവൻ എടുക്കാനേ അവൾ നോക്കുകയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇന്ന് ആ നാഗകന്യക എന്നെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ ശരീരം അവിടെ വെച്ചിട്ട് അവൾ എവിടെ പോകാനാണ് സ്വാമി? എന്തൊക്കെയായാലും പ്രതികാരദാഹിയായ ഒരു നാഗത്തിന്റെ ശരീരം കൊണ്ടുവന്ന നീ ഒരു നല്ല കാര്യം ചെയ്തു രുദ്ര. ഇതാരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല സ്വാമി? സാധിക്കും, എന്നാൽ ഇപ്പോൾ വേണ്ട. സൂര്യഗ്രഹണം ഇപ്പോൾ അവസാനിച്ചതേയുള്ളൂ. ഇതുപോലെയുള്ള സമയത്ത് നമ്മുടെ ശക്തിയെ വെറുതെ പാഴാക്കി കളയരുത് രുദ്ര. രുദ്ര, തൽക്കാലം ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. ഇത് നിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി ആരും കാണാത്തിടത്ത് വയ്ക്കൂ. ഇതന്വേഷിച്ച് ആ നാഗകന്യക എവിടെയുണ്ടെങ്കിലും നിന്റെ അടുത്തേക്ക് വരും. അതിനുവേണ്ടിയാണ് സ്വാമി ഞാൻ ഈ ശരീരം കൂടെ കൊണ്ടുവന്നത്. അവൾ എന്നെ അന്വേഷിച്ച് വരുന്ന ആ ദിവസം തന്നെ ആ നാഗകന്യകയും ഈ മൃദു ശരീരത്തെയും ഞാൻ അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് മോക്ഷം നൽകുന്നതായിരിക്കും. അനന്യ, അവിടെ നിക്ക്. അനന്യ, ഞാൻ താമസിച്ചതുകൊണ്ട് അമ്മ എന്നെ കാത്തിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ ഇതും കൊണ്ട് അകത്തേക്ക് പോവുകയാണെങ്കിൽ അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. തൽക്കാലം ഇത് ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ട് പിന്നീട് വന്നെടുക്കുന്നതാണ് ബുദ്ധി. നിൽക്ക് രുദ്ര. എന്താ അമ്മേ? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? പറയടാ, നിന്നോടാ ചോദിക്കുന്നേ. അതമ്മേ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയതാ. പറയുന്നത് കള്ളമാണമ്മേ. അങ്ങനെ ഫംഗ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വരാൻ വൈകിയത് ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയതുകൊണ്ടാ, മറ്റെവിടേക്കോ അല്ലമ്മേ. അങ്ങനെയാണോടാ? വാണി പറയുന്നത് സത്യമാണോ? ആ, പോയിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രവാദിയുമായുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന്? ഞാൻ പറയുന്നത് അനുസരിക്കാതെ ആ മന്ത്രവാദിയുമായി ചുറ്റിത്തിരിയുക. നോക്ക്, മന്ത്രവാദികളുമായിട്ടുള്ള ബന്ധം നല്ലതല്ല. നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറയുമ്പോ രണ്ടാൺമക്കളുണ്ട്, ഒരുത്തനും കുടുംബം എന്നുള്ള ചിന്തയേ ഇല്ല. അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ലേ? ഈ കുടുംബവും നന്നായിട്ട് നോക്കുന്നില്ലേ? ഈ വീട്ടിൽ എന്താ ഒരു കുറവ്? എല്ലാം ഭംഗിയായിട്ടല്ലേ പോകുന്നേ? ഒന്നിനും കുറവില്ലടാ.
നീ ഏത് സമയത്തും ആ മന്ത്രവാദിയുടെ കൂടെയാ. നിന്റെ ചേട്ടൻ ഏത് സമയത്തും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നു. വീട്ടിലെ എന്താവശ്യത്തിനും പെണ്ണുങ്ങൾ തന്നെ വേണോ അല്ലേ? ഭാര്യയോടും മക്കളോടും കുറച്ചെങ്കിലും നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? അവരെന്ത് ചെയ്യുന്നു, അവർക്ക് സുഖമാണോ ദുഃഖമാണോ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ ഭാര്യ ദേ കല്ലുപോലെ നിൽക്കുന്നുണ്ടില്ലേ? ചെറിയമ്മാവ്, വല്യമ്മായിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ അർജുൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതാ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? അർജുൻ വീട്ടിൽ വരാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? ഏട്ടനാണ് സ്വന്തം കുട്ടികളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. അർജുൻ വീട്ടിലെത്തിയില്ലെങ്കിൽ അത് ഏട്ടനോട് ചോദിക്കണം. അതല്ലാതെ എന്നോട് തട്ടിക്കയറാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തിരുത്താം. അതല്ലാതെ എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ടാമേ. അനന്യ അവിടെ നിൽക്കാൻ. ശരിക്കും ഇപ്പോഴേ എനിക്കൊന്ന് ആശ്വാസമായത്. വൈകുന്നേരം മുതൽ ഈ കാട് മുഴുവൻ തന്നെ അന്വേഷിച്ച് നടന്ന് ഞാൻ ആകെ തളർന്നു പോയി. ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, സന്തോഷമായി എനിക്ക്. സത്യത്തിൽ ഇപ്പോഴാ സമാധാനമായത്. എന്റെ പുറകെ വരാൻ തന്നോട് ആരാ പറഞ്ഞത്? ആരാടാ പറഞ്ഞത്? എന്റെ മുന്നിലേക്ക് നീ വരാൻ പാടില്ലെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ? എത്ര പറഞ്ഞാലും പുറകെ വന്നോളും. നാണം ഇല്ലേടോ തനിക്ക്? എന്തിനാണ് പിന്നെയും വന്നത്? എന്തിനെന്റെ ജീവിതം നശിപ്പിച്ചു? എന്താണ് നീ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തിട്ട് താനിപ്പോ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അല്ല, ഞാൻ തന്നെ സഹായിക്കാൻ വന്നതും അത്ര വലിയ തെറ്റായി പോയോ? തന്നോട് ഞാൻ പറഞ്ഞോ എന്നെ വന്ന് സഹായിക്കാൻ? ഞാൻ ചോദിച്ചില്ലല്ലോ. പറയടോ, ഞാൻ നിന്നോട് ചോദിച്ചോ? എടോ അനന്യ, താൻ എങ്ങോട്ടേ പോകുന്നു? നിക്കവിടെ. എന്റെ മാർഗത്തിന് നീ തടസ്സമായി വന്നാൽ എന്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും അർജുൻ. മരിച്ചു പോകുന്നേ, പറഞ്ഞേക്കാം. മാറി നിന്നാൽ നിനക്ക് ജീവൻ ബാക്കിയുണ്ടാവും. നിന്റെ വഴി തടസ്സപ്പെടുത്താതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല ഇപ്പോ. എന്താന്ന് വെച്ചാ എന്റെ ജീവനം തന്നെ നീയാണ്. താൻ എത്ര വേണമെങ്കിലും എന്നെ അപമാനിക്കോ അധിക്ഷേപിക്കോ ചെയ്തോ, ആര് വേണമെങ്കിലും നാണം കെട്ടണമെന്ന് പറഞ്ഞോട്ടെ, ഞാൻ സഹിച്ചോളാം. എന്നാ തന്റെ പിന്നാലെ വരാതിരിക്കാൻ മാത്രം എനിക്ക് കഴിയില്ല. നിന്റെ മുഖം ഈ മനസ്സിൽ വരച്ചതുണ്ടല്ലോ, ആ മഹാദേവനാ. ഭഗവാന്റെ ആ തീരുമാനം എന്നെ കൊണ്ട് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല അനന്യ. എന്നെ നിന്നെ പരസ്പരം വേർപിരിക്കാൻ ആ ജഗദീശ്വരന് മാത്രമേ സാധിക്കൂ. അനന്യ, നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഈശ്വരനാ, അദ്ദേഹത്തിനെ മാറ്റാനാകൂ. നീ എന്താ പറഞ്ഞത്? നിന്നീ നകന്നിരുന്ന മാത്രം ഞാൻ ജീവിച്ചിരിക്കൂന്നല്ലേ? സ്നേഹിക്കുന്ന പെണ്ണ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്?
സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രം അത് ജീവിതം എന്ന് പറയാം. ഇല്ലെങ്കിൽ അത് നരകത്തിന് തുല്യമാണ്. സ്നേഹിക്കുന്ന പെണ്ണിപ്പോ എന്തോ പ്രശ്നത്തില. ആ പ്രശ്നത്തിൽ അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്റെ കടമയാണ്. നിന്റെ വഴികളിൽ എന്തൊക്കെ തടസ്സം നേരിട്ടാലും ശരി, പരിഹാരമായി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും അനന്യ. നീ എന്നെ ഇത്ര അധികം വെറുക്കാതിരിക്കാൻ ശ്രമിക്കുക. എനിക്കത് താങ്ങാൻ കഴിയില്ല. നീ ഇപ്പൊ എന്നെ ഇങ്ങനെ വെറുക്കുന്നതിന്റെ 1% സ്നേഹിച്ച എനിക്കത് മതി. നിന്റെ ആ ഓർമ്മകളുമായി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം.